നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കാം. ഇതിനായിട്ട് 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. എന്നിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഉഴുന്നിനകത്ത് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം തന്നെയാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. അരി ഒന്നും കൂടെ കഴുകിയിട്ട് വേറെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്നിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ വെള്ളത്തിൽ തന്നെ ഉഴുന്നും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ചോറിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ മാവിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 8-9 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇഡ്ഡലി പാത്രം അടുപ്പയിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ മാവ് ഒഴിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെന്ത് കിട്ടുന്നതായിരിക്കും.